ഇടുക്കിയിൽ മഴയുടെ തീവ്രതയ്ക്ക് നേരിയ കുറവുണ്ടായെങ്കിലും ആശങ്കയ്ക്ക് ഇനിയും വിരാമമായിട്ടില്ല. രാത്രി മുഴുവൻ പെയ്ത കനത്ത മഴ ദേശീയപാതകളിൽ മണ്ണിടിച്ചിലിനും വെള്ളക്കെട്ടിനും ഇടയാക്കി. ഡാമുകളിലേക്കുള്ള നീരൊഴുക്കും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ബിനീഷ് ആന്റണി ചേരുന്ന വിവരങ്ങളുമായി. ബിനീഷ്, ഏതായാലും ഇടുക്കിയിൽ മഴയുടെ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു മണ്ണിടിച്ചിൽ ഭീഷണിയും അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുകളുമാണ് പ്രധാനമായും ഭീഷണിയാകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത്. രാവിലെ അല്പം മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും പല മേഖലകളിലും ഇടപെട്ട് അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്നലെ രാത്രി ഇടുക്കി, ചെറുതോണി, രാമക്കൽമേട്, തൊടുപുഴ, മൂവാറ്റുപുഴ, നേര്യമംഗലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത്. ശക്തമായ മഴയെ തുടർന്ന് ഈ ദേശീയപാതയിലെ പലയിടത്തും മണ്ണിടിച്ചിലും മരം കടപുഴകി വീഴുകയും ചെയ്തതോടെ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രി പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് ഈ നേര്യമംഗലത്ത് ഇന്നലെ ജില്ലാ ഭരണകൂടം പൂർണ്ണ നിരോധനം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. നേര്യമംഗലം ഭാഗത്ത് മരം കടപുഴകി വീണ് ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. എന്നാലും ഇപ്പോൾ പല മേഖലകളിലുള്ള ഗതാഗതം ദേശീയപാതയിൽ വീണ മണ്ണിടിച്ചിലും മരം വീണുള്ള ഗതാഗതം എല്ലാം തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും രാത്രി യാത്രാ നിരോധനം തുടരുന്നുണ്ട്. ഇന്നലെ കീരിത്തോട് ഭാഗത്തും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് മണ്ണ് നീക്കം ചെയ്തു ഗതാഗതം പുനഃസ്ഥാപിച്ചു. കാൽവരി മൗണ്ടിലെ 9ാം മൈലിലും ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിരുന്നു. ഇവിടെയെല്ലാം മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ മേഖലയിലൂടെ ദേശീയപാതയിൽ ഇനിയും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മേഖലയിൽ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്നലെ രാത്രി ഇടുക്കി തങ്കമണിയിലെ കനത്ത മഴയെ തുടർന്ന് പാറക്കടവ് പ്രദേശത്തെ കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി. തുടർന്ന് പ്രദേശവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ക്യാമ്പുകളിലേക്കും തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ഒറ്റ രാത്രി പെയ്ത മഴയാണ് ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളും കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. ഇതിനും അതീവ ജാഗ്രത പാലിക്കാൻ തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് പറയുന്നത്. പുതിയ ഉത്തരവുണ്ടാകുന്നവരെ ഏതായാലും ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ തുടരും. നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ ആവശ്യമായ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റാൻ റവന്യൂ, തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ശക്തമായ മഴയെ തുടർന്ന് ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. കല്ലാർ, ഇരട്ടിയാർ, പാമ്പള, മലങ്കര ഡാമുകളിൽ നിലവിൽ റെഡ് അലർട്ടാണ് നിലയിലാണ്. മുല്ലപ്പെരിയ ഡാമിലെ ജലനിരപ്പ് നിലവിൽ 116.70 അടിയായി. അതോടൊപ്പം തന്നെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പും 2339.6 അടിയായി ഉയർന്നിട്ടുണ്ട്. ഡാമുകളിലേക്കുള്ള ശക്തമായ നീരൊഴുക്ക് തുടരുന്നതിനാൽ സ്ഥിതിഗതികൾ ജലവകുപ്പ് നിരന്തരം വിലയിരുത്തുന്നുണ്ട്. മലങ്കര ഡാമിലെ ജലനിരപ്പ് റെഡ് അലർട്ട് പരിധിയിലേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ ആവശ്യാനുസരണം ഘട്ടംഘട്ടമായി ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കിവിടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ ജലനിരപ്പ് നോക്കിക്കഴിഞ്ഞാൽ അപകടനില മറികടന്നിരിക്കുകയാണ്. നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.